വാവനൂർ പോയിലം ശിവക്ഷേത്രത്തിൽ നവീകരണ കലശം മാർച്ച് 3 മുതൽ 13 വരെ നടത്തുന്നതിന് ഒരുക്കം പൂർത്തിയായെന്ന് കലശ കമ്മിറ്റി ഭാരവാഹികൾ കൂറ്റനാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഒന്നാം ദിവസമായ തിങ്കളാഴ്ച രാവിലെ 6 മണിക്ക് മഹാഗണപതി ഹോമം, 7 മണിക്ക് പ്രത്യേക പത്മത്തിൽ ഗുരുവായൂരപ്പന് പൂജ, 8 മണിക്ക് കലവറ നിറയ്ക്കൽ, 9 മണിക്ക് തൃശൂർ നടുവിൽ മഠം സ്വാമിയാർ ഒറവങ്കര അച്യുത ഭാരതികൾക്ക് സ്വീകരണവും ഭിക്ഷയും വെച്ച് നമസ്കാരവും തുടർന്ന് അനുഗ്രഹ പ്രഭാഷണവും കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനവും നടക്കും. വൈകുന്നേരം 6:30 പാലക്കോൾ പ്രവീൺ നമ്പൂതിരിയുടെ പ്രഭാഷണം ഉണ്ടാകും. രണ്ടാം ദിവസമായ ചൊവ്വാഴ്ച വൈകുന്നേരം 6:30 ഡോക്ടർ എം ജയശ്രീ അശോകൻ പ്രഭാഷണം നടത്തും. തുടർന്ന് തിരുവാതിരക്കളി, പിന്നൽ തിരുവാതിര, കോൽക്കളി എന്നിവ അരങ്ങുണർത്തും. തുടർന്നുള്ള ദിവസങ്ങളിൽ നടരാജ മണ്ഡപത്തിൽ കൃഷ്ണനാട്ടം, സംഗീതസന്ധ്യ, മോഹിനിയാട്ടം, കൈകൊട്ടിക്കളി, സോപാന സംഗീതം, തായമ്പക, ഭരതനാട്യം, സെമി ക്ലാസിക്കൽ നൃത്തം തുടങ്ങിയ കലാപരിപാടികൾ നടക്കും. നവീകരണ കലശത്തോടനുബന്ധിച്ച് നിത്യേന 3 നേരവും അന്നദാനം ഉണ്ടാകും. എല്ലാ ദിവസവും പ്രത്യേകം സജ്ജമാക്കിയ സ്ഥലത്ത് വൈകുന്നേരം 5:30 മുതൽ 7 വരെ ഭഗവതി സേവ നടത്താൻ സൗകര്യമുണ്ടാകും. കൂടാതെ ലളിത സഹസ്രനാമം കൊണ്ടും വേദസൂക്തങ്ങൾ കൊണ്ടും അർച്ചന നടത്താൻ സൗകര്യമുണ്ടെന്നും ഭാരവാഹികളായ PM നാരായണൻ നമ്പൂതിരി, M ദിനേശൻ, KP പ്രസന്നകുമാർ, PM കൃഷ്ണൻ നമ്പൂതിരി, CM കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പറഞ്ഞു. മാനേജിംഗ് ട്രസ്റ്റി PM കൃഷ്ണൻ നമ്പൂതിരി, മലബാർ ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പ്രസന്നകുമാർ, നവീകരണ കലശം പ്രസിഡന്റ് PM നാരായണൻ നമ്പൂതിരി, നവീകരണ കലശം സെക്രട്ടറി മേപ്പോയിലത്ത് ദിനേശൻ, കലശം ട്രഷറർ ചെറുപ്പൊയിലം കൃഷ്ണൻ നമ്പൂതിരി എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു. ജില്ലയിലെ പടിഞ്ഞാറേ അറ്റത്ത് നാഗലശ്ശേരി പഞ്ചായത്തില് വാവനൂർ എന്ന സുന്ദരമായ ഒരു ഗ്രാമത്തിലാണ് ഈ പോയിലം ശിവക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 600 വർഷങ്ങൾക്ക് മുൻപ് മറ്റേതോ ദിക്കിൽ നിന്നും പലായനം ചെയ്ത് ഇവിടെ എത്തുകയും അവർക്ക് പൂജിക്കാനായിട്ട് ഒരു ശിവക്ഷേത്രം നിർമ്മിച്ചു കൊടുത്തു എന്നതുമാണ് ഒരു കേട്ടുകേൾവി. 10 ജില്ലക്കാരുടെ കൂരായ്മയിൽ ഉണ്ടായിരുന്ന ഈ ക്ഷേത്രം ഒരു നൂറ്റാണ്ട് മുമ്പ് വരെ വളരെ ഭംഗിയായിട്ട് നടത്തിപ്പോന്നിരുന്നു. പിന്നീട് അധപ്പതന നിമിത്തം നിത്യദാനം മാത്രമായി ചുരുങ്ങുകയും അത് ആ മുടക്കം കൂടാതെ നടക്കുകയും ചെയ്തു. ഇത്തരത്തിലൊരു നവീകരണ കലശം 150 വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായിട്ടുള്ളതായിട്ട് ആർക്കും കേട്ടുകേൾവിയില്ല. 11 ദിവസമായി നടത്തുന്ന ഈ നവീകരണ കലശത്തിന് ക്ഷേത്രത്തിൽ സംഭവിച്ച അശുദ്ധികളുടെ പ്രായശ്ചിത്തങ്ങളും പൂജാ ലോപങ്ങളെ കൊണ്ട് സംഭവിച്ച ചൈതന്യ ച്യുതിയും മാറി പുതിയ ഒരു ചെറിയ ഒരു ഉദ്ദേശം. 1.5 നൂറ്റാണ്ടോളം ആയിട്ട് ഒരു നവീകരണം അല്ലെങ്കിൽ ഒരു പുനരുദ്ധാരണ പ്രവർത്തനങ്ങളൊന്നും നടന്നിട്ടില്ലാത്തൊരു ക്ഷേത്രം. കഴിഞ്ഞ 6 മാസത്തിനുള്ളിലാണ് നമ്മളതിന് ഒരു നവീകരണം വേണം, ഈ രീതിയിൽ ഒരു ഈ ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരവസ്ഥ, നിത്യപൂജകളൊക്കെ ഒരു തരം ഒരു വഴിപാട് പോലെ നടക്കുക എന്നുള്ള രീതിയിലുള്ള ഒരു അമ്പലമായിരുന്നു. അത് കഴിഞ്ഞൊരു 6 മാസത്തിൻ്റെ ഉള്ളിലാണ് ഇതിങ്ങനെ പോരാ, ഒന്നും കൂടി മാറ്റം വരുത്തണം എന്നുള്ള പെട്ടെന്നുള്ളൊരു സാഹചര്യത്തിൽ ഒരു ചിന്താഗതി വന്നതും അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ഈ 11 ദിവസത്തെ ഈ പരിപാടി നവീകരണ കലശം. ഏകദേശം ഒരു 30 ലക്ഷത്തോളം രൂപ ചെലവ് കണക്കാക്കിയിട്ടുള്ള, ആദ്യം ഒരു 20-25 എന്നൊക്കെ കണക്കാക്കിയെങ്കിലും അതിപ്പോൾ അടുത്തെത്തിയപ്പോൾ ഒരു 30 ലക്ഷം രൂപയോളം ചെലവ് കണക്കാക്കുന്നുണ്ട്. ഇതിൽ
3 തരത്തിലാണ് പരിപാടികൾ വരുന്നത്. ഒന്ന് താന്ത്രികമായിട്ടുള്ള പരിപാടികൾ ഉള്ളിൽ, അത് അതിൻ്റെതായിട്ടുള്ള വിദഗ്ധരും തന്ത്രിയുടെ നേതൃത്വത്തിൽ നടക്കുന്നു. പിന്നെ പുറത്ത് ഭക്തജനങ്ങൾക്ക് അന്നദാനം, അത് വിപുലമായിട്ടുള്ള രീതിയിൽ 3 നേരവും അന്നദാനം, രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരവും അന്നദാനം. അതായത് എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാൻ സാധിക്കണം. വീട്ടിലെ പ്രാരാബ്ധം കാരണം പങ്കെടുക്കാൻ പറ്റാതെ വരരുത്. അവിടെ അമ്പലത്തിൽ വന്നാൽ 11 ദിവസം കഴിഞ്ഞ് പോയാൽ മതി എന്നുള്ള രീതിയിൽ എല്ലാ സംവിധാനങ്ങളും അവിടെ ഒരുക്കുകയാണ്. പിന്നെ ഇതിന്റെ പുറമെ നാട്ടിലുള്ള കലാകാരന്മാര്, അവർക്ക് അവരുടെ ഒരു ആരാധന, ഓരോരുത്തർക്ക് അറിയുന്ന രീതിയിലുള്ള ആരാധന, കലാകാരന്മാർക്ക് ആരാധന ആ കല കൊണ്ടാണ്. അത് ദേവന്റെ മുമ്പിൽ കലകൾ വെച്ചിട്ട് സമർപ്പിച്ചും കൊണ്ടുള്ള ഡാൻസ് പ്രോഗ്രാം, പാട്ട്, അതുപോലെ പല കലാപരിപാടികളും ഈ 11 ദിവസവും അവിടെ നടക്കുന്നുണ്ട്. ദേവന് സമർപ്പിക്കാൻ, അതുപോലെ തന്നെ ഈ 11 ദിവസത്തെ അന്നദാനത്തിന് പൂജാതി കാര്യങ്ങൾക്ക് വേണ്ടിവരുന്ന ദ്രവ്യങ്ങൾ സമർപ്പിക്കാൻ വേണ്ടി ആദ്യ ദിവസം തന്നെ അവിടെ ഒരു കലവറ നിറയ്ക്കൽ എന്നൊരു ചടങ്ങും വെച്ചിട്ടുണ്ട്. അപ്പൊ ഏത് തരത്തിലായാലും ഈ എല്ലാ ഭക്തജനങ്ങൾക്കും, അതില് ഈ താന്ത്രിക വശം അറിയുന്നവർക്ക് മാത്രമല്ല എല്ലാവർക്കും ഇതിൽ പങ്കെടുക്കാനുള്ള ഒരു അവസരമാണ് ഒരുക്കിയിരിക്കുന്നത്. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.